ഡോക്ടർ നിതീഷ് നാരായണൻ, ഇപ്പോൾ വോട്ടുകൊള്ള, ബീഹാറിൽ വോട്ടുകൊള്ള, അവിടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് എന്ന കോൺഗ്രസിന്റെ ആരോപണം അതേപടി അംഗീകരിക്കുന്നുണ്ടോ CPIM? നിങ്ങൾക്കും നഷ്ടമുണ്ട്, 2-ൽ നിന്ന് 1 ചുരുങ്ങി. CPIM-ൽ 12-ൽ നിന്ന് 2 ചുരുങ്ങി. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് എടുത്ത് പരിശോധിച്ചിട്ടല്ല കാണേണ്ടത്. തീർച്ചയായും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സംഘടിതമായിട്ട് നടത്തിയിട്ടുള്ള അട്ടിമറികൾ ബീഹാറിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇതിലേറ്റവും ഒടുവിൽ വന്ന കണക്ക് ഉൾപ്പെടെയുണ്ട്. അതായത് ഇപ്പോൾ SIR കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്നും 3 ലക്ഷം അധികമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള മൊത്തം വോട്ടർമാരുടെ എണ്ണം. 3 ലക്ഷത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചിട്ട് പോലും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിട്ടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിൽ മാത്രമായിട്ട് നമ്മൾ ചുരുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം വന്നിട്ടുള്ള ഈ സീറ്റുകളുടെ എണ്ണം വെച്ചിട്ട് നടത്തുന്നൊരു പരിശോധനയുണ്ടല്ലോ, ആ പരിശോധന പൂർണ്ണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംബന്ധിച്ചുള്ള ചിത്രം നമുക്ക് നൽകില്ല. ഉദാഹരണത്തിന് NDAയുടെ സീറ്റ് 80 സീറ്റാണ് വർദ്ധിച്ചിട്ടുള്ളത്. വലിയ നമ്പറാണ് 80 സീറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ സീറ്റ് 79 സീറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണിക്കുന്ന ഈ സീറ്റുകളുടെ എണ്ണത്തിലുള്ള ഈ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഈ വിടവ് എന്ന് പറയുന്നത് വോട്ട് ഷെയറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. മഹാസഖ്യത്തിൻ്റെ വോട്ട് ഷെയർ ആകെ കുറഞ്ഞിട്ടുള്ളത് 0.9% മാത്രമാണ്. NDAയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുള്ളത് 5.4%. അതുകൊണ്ട് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയും അതെ കറക്റ്റാണ്. RJDക്കാണ് ഏറ്റവും കൂടുതൽ. അതായത് RJDയുടെ സീറ്റ് കുറയുമ്പോഴും RJDയുടെ നമ്പർ 25-ൽ എത്തി നിൽക്കുമ്പോഴും RJDക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വോട്ട് ഷെയർ എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഈ സീറ്റുകളുടെ എണ്ണം മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു പരിശോധന പൂർണ്ണമായിട്ടും ലഭിക്കില്ല എന്നുള്ളതുണ്ട്. മറ്റ് പല ഘടകങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 കോടിയിലധികം ആളുകളുടെ കയ്യിലേക്ക് കാശ് എങ്ങനെയാണ് എത്തിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തടയപ്പെട്ടിട്ടില്ല. ഇങ്ങനെയെല്ലാമുള്ള ഫാക്ടർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ചില പ്രക്രിയകളും കൂടി നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ടും മൗനം പാലിക്കുകയാണ് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഇടപെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ബീഹാറിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, പിന്നെ ഇന്ത്യ മുന്നണി വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്ന വിഷയങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ദരിദ്രരല്ല, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാലത്ത് ബീഹാറിൻ്റെ ദയനീയാവസ്ഥ നമുക്ക് മുന്നിൽ കാണിച്ച് തന്നിട്ടുള്ളതാണ്. എന്നാൽ ജനകീയമായിട്ടുള്ള ഈ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. മറ്റു പല ഘടകങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ പരിശോധിക്കുമ്പോൾ ഡോക്ടർ നിതീഷ് നാരായണൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് CPM-ന് കോൺഗ്രസ് പറയുന്നതിനോട് യോജിപ്പുണ്ട് എങ്കിൽ വോട്ടർ അധികാർ യാത്ര നടന്നിട്ടുണ്ട്. വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങൾ തെളിവുകൾ സഹിതമാണ് നടത്തിയത്. ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുമായിട്ടായിരുന്നു ഹരിയാന വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കപ്പെട്ടവരാണ് അവരുടെ അനുഭവം അവിടെ പങ്കുവച്ചത്. അത്രയും ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്രത്തോളം അതിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് CPIM? ആത്മപരിശോധന എല്ലാവരും നടത്തണമല്ലോ. അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. വോട്ടധികാര യാത്രയിൽ CPIM ഭാഗമായിരുന്നു. ഇന്നുൾപ്പെടെ നടന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ CPIM-ന്റെ നേതാക്കന്മാർ ഈ പറയുന്ന വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട്, ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുന്ന, അതായത് BJPയുടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഒരു സഖ്യകക്ഷി പോലെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ.
പലതരത്തിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒന്നായിട്ട് ഉണ്ട്. അത് SIR എന്നുള്ളത് അട്ടിമറി തന്നെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ അടിസ്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ, അതായത് ഈ ആളുകളെ പരമാവധി ഉൾക്കൊള്ളുക എന്ന ജനാധിപത്യത്തിന്റെ സമ്മതിദാന അവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ് SIR എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് അതിൽ തർക്കമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചർച്ചയാക്കേണ്ട എത്രയോ വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വിഷയങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറ്റിയിട്ടില്ല. ആ വിഷയങ്ങൾ ചർച്ചയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അനൈക്യം. ഇപ്പോൾ ഉദാഹരണത്തിന് 11 സീറ്റിലാണ് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ടുള്ളത്. അതിൽ 4 CPI താരതമ്യേന ശക്തിയുള്ള, ചിലയിടങ്ങളിലെങ്കിലും ശക്തിയുള്ള ഒരു സംഘടനയാണ് ബീഹാറിൽ CPI. തുടർച്ചയായിട്ട് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന, അവിടെ നിയമസഭയിലൊക്കെ പ്രാതിനിധ്യമുള്ളൊരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. 4 സീറ്റുകളിൽ CPI മത്സരിച്ച സീറ്റുകളിൽ സൗഹൃദ മത്സരം എന്നുള്ള നിലയിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ഇത് ഫുട്ബോൾ മത്സരമൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഗൗരവമില്ലായ്മ, ഇങ്ങനെയുള്ള വീഴ്ചകൾ, ജനകീയ വിഷയങ്ങൾ, അത് വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. കാരണം അതിനിടയിലേക്കാണ് ഈ പറയുന്ന 10,000 രൂപയുടെ ഈ ഓഫർ അങ്ങേയറ്റം അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ. എന്തുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല? അത് ശരിക്കും വോട്ടർമാർക്ക് കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് തുല്യമായിരുന്നു. കാരണം അതൊരു പദ്ധതിയല്ല, തുടർച്ചയായി ആളുകൾക്ക് കിട്ടുന്ന കാശ് അല്ല. വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബീഹാറിന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ. പക്ഷേ ആ ജനങ്ങളുടെ പ്രയാസങ്ങളെ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് അവിടെ പറ്റിയിട്ടില്ല. അങ്ങനെ ചർച്ചയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് തിരിച്ചടിയാകും എന്നുള്ളൊരു പാഠം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.